ഏറ്റവും വലിയൊരു പുരസ്കാരം എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ മലയാള സിനിമയാണ് ഇത് വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ നമ്മുടെ മലയാള സിനിമ മലയാളികൾക്ക് അഭിമാനമാണ്, പ്രത്യേകിച്ച് സാറിനെ പോലുള്ള ഒരാള് ഇങ്ങനെ അവാർഡ് കാണുമെന്ന് തോന്നുന്നു? വലിയ സന്തോഷമാണ്, അഭിമാനം തോന്നുന്നു. എന്റെ രാജ്യം നൽകിയ, എന്റെ ഭാഷയ്ക്ക് നൽകിയ, എന്റെ സിനിമയ്ക്ക് നൽകിയ അംഗീകാരത്തിന് അത് രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു ആദരവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിനേക്കാളും വലിയ ആദരവ് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നത്. ഒരു കലാകാരനും അംഗീകരിക്കപ്പെടില്ല, ഒരു പ്രവാചകനും സ്വന്തം നാട്ടില് ബഹുമതി ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്ഥലത്താണ്, പ്രവാചക വചനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഭയെ രാഷ്ട്രം ആദരിച്ചപ്പോൾ സ്വന്തം സ്റ്റേറ്റ് ആദരവ് നൽകുന്നു. നമ്മുടെ നാട്ടില് പൊതുവെ ഈ മലയാള സിനിമയെ അത്ര പ്രധാനപ്പെട്ട ഒരു രീതിയിൽ കാണുന്നില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അതായത് മലയാള സിനിമയ്ക്ക് വേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നാറില്ല? അല്ല, നമുക്കിപ്പോ അടൂർ സാറിന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദാദാ ഫാൽക്കെ അവാർഡ് മലയാളത്തിൽ കിട്ടിയത് അടൂർ സാറിനാണ്. അത് വലിയ സന്തോഷം തരുന്ന, അഭിമാനം തരുന്ന കാര്യമാണ്. ലോകം അംഗീകരിച്ച ഒരു കലാകാരനെ ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ദാദാ ഫാൽക്കെ അവാർഡ് രാജ്യം കൊടുക്കുന്നത്. നമ്മൾ അംഗീകരിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ ലാലേട്ടനെ രാജ്യം മനസ്സിലാക്കുന്നത്. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ, കലാകാരന്മാർക്കുള്ള ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്, അദ്ദേഹം ജനിച്ച നാട്, അദ്ദേഹത്തിന്റെ മണ്ണ്, അയാളുടെ ഭാഷ, അദ്ദേഹത്തെ ആദരിക്കുക, അത് വലിയ ലാൽസലാം, അത് വലിയ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കലാകാരന് മാത്രമേ ഇത്ര ആദരവ് കിട്ടൂ എന്നാണ് എന്റെ വിശ്വാസം. സാറിന് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കട്ടെ, ഇപ്പം സ്വാഭാവികമായിട്ടും സാറിന് അത്യാവശ്യം വേണ്ട ഒരു ശ്രദ്ധയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ലാലേട്ടൻ ഇപ്പോൾ ഒരു നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സാറ് എത്ര കാലം പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ ഒരിക്കൽ പോലും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സ്വപ്നം കണ്ടിട്ടാണ് അഭിനയത്തിൽ വന്നത്. ഞാൻ സ്വപ്നം കാണുന്നില്ല, അത്രയും വിട്ടിയല്ല ഞാൻ. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സ്വപ്നം കണ്ടിട്ടല്ല അദ്ദേഹത്തിന്റെ സിനിമ ജീവിതം ആരംഭിച്ചതും. അദ്ദേഹത്തിന്റെ ശ്വാസം എന്ന് പറയുന്നത് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പാഷനാണ്, അഭിനിവേശമാണ്. അതിന് കിട്ടിയ അംഗീകാരം. ആരും അങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഒരു പ്രയത്നവും നടത്താറില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് സ്വാഭാവികമായി വന്നു ചേരുന്നത്. ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാള് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോ എന്ന് തോന്നുന്നു, നമ്മളെ സിനിമയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇങ്ങനെ ലാലേട്ടന് കിട്ടിയ അവാർഡല്ല അത്, നമ്മുടെ മലയാളത്തിന് കിട്ടിയ അവാർഡാണ്. അത് മലയാള മണ്ണ് അദ്ദേഹത്തെ പോലെ വലിയൊരു താരത്തെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിന് അഭിമാനമാണ്. ലാലിനെ കുറിച്ച് പറയണ്ടല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞു, കാലം കരുതി വെച്ച ഒരു നിധിയാണ്. അഭിമാനമുണ്ട് ഒരുപാട്. ഇത് നമ്മുടെ പരിപാടിയാണ്, നമുക്ക് കിട്ടിയൊരു അവാർഡല്ലേ. നമ്മൾ പൊതുവെ ഇപ്പം മലയാളികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് കഴിവുള്ളവരാണ്. പക്ഷെ മറ്റ് ഭാഷകളെടുത്ത് നോക്കുമ്പോൾ അത്രമാത്രം മലയാളികളെ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെ യൂസ് ചെയ്തിട്ടില്ല, നമ്മളത് എക്സ്പോസ് ചെയ്തിട്ടില്ല എന്ന് പൊതുവെ ആളുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയെയും അവിടുത്തെ അഭിനേതാക്കളെയൊക്കെ? ഇന്ത്യയുടെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സർവൈവ് ചെയ്തവരാണ്. അപ്പം ഒരു കാലത്ത് ബോളിവുഡിനെയൊക്കെ വാനോളം ഉയർത്തിയെങ്കിൽ ഇന്ന് ബോളിവുഡൊക്കെ ആരാധിക്കുന്ന മലയാളികളെയൊക്കെയാണ്. പല സിനിമകളും മലയാള സംഭാഷണങ്ങൾ കേറ്റുന്നു. അതി കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ ചെറിയ ഗ്യാപ്പിലൂടെ വളർന്നു വന്നുകൊണ്ട് മാത്രമാണ് എവിടെയൊക്കെ എന്താ പറയുക സ്ട്രഗിൾ വരുന്നു, അവിടെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. അതിന് തെളിവല്ല ഈ ഒരു ഫംഗ്ഷൻ പോലും. ഇത്രയും വലിയൊരു താരം, ഇത്രയും വലിയൊരു അവാർഡ് ഇന്ത്യ വാങ്ങുക എന്ന് പറയുന്നത് മലയാളത്തിന്റെ കരുത്താണ്. ഇത്തിരി താമസിച്ചെന്നല്ലേ ഉള്ളൂ.
ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാൽ സംസ്ഥാന സർക്കാരിന്റെ ഗംഭീരമായ ചടങ്ങിൽ പങ്കുചേർന്നതിനെ കുറിച്ച് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ആദരവ് ക്ഷണിക്കുന്നു. തന്റെ പ്രിയ സഹപ്രവർത്തകന് ഇന്ത്യൻ സഭയുടെ പരിമോചന പുരസ്കാരം ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ആർട്ടിക്കൽ മലയാളത്തിന്റെ സ്വന്തം ഈ മോഹൻലാലിനെ വേണ്ടി നിരവധി അന്താരാഷ്ട്ര സംഗീതങ്ങളുടെ മലയാളികൾക്കുള്ള അദ്ദേഹം ഇനിയും നമസ്കാരം. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാൽ സംസ്ഥാന സർക്കാരിന്റെ ഗംഭീരമായ ചടങ്ങിൽ പങ്കുചേർന്നതിനെ കുറിച്ച് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ആദരവ് ക്ഷണിക്കുന്നു. തന്റെ പ്രിയ സഹപ്രവർത്തകന് ഇന്ത്യൻ സഭയുടെ പരിമോചന പുരസ്കാരം ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ആർട്ടിക്കൽ മലയാളത്തിന്റെ സ്വന്തം ഈ മോഹൻലാലിനെ വേണ്ടി നിരവധി അന്താരാഷ്ട്ര സംഗീതങ്ങളുടെ മലയാളികൾക്കുള്ള അദ്ദേഹം ഇനിയും നമസ്കാരം.